രാജ്യത്തിന് മാതൃകയാകുന്ന ദുരന്ത നിവാരണ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി. പ്രളയക്കെടുതിയിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 8 ലക്ഷം നൽകും. നഷ്ടം നേരിട്ട വ്യാപാരികൾക്കും സഹായധനം പ്രഖ്യാപിച്ചു. കോഴഞ്ചേരിയിലെ യോഗത്തിൽ MLA-മാരെ ക്ഷണിക്കാത്തതിൽ വിവാദം. നടന്നത് ഉദ്യോഗസ്ഥരുടെ യോഗമെന്ന് മുഖ്യമന്ത്രി. പ്രളയ ദുരിതം ഒഴിയാതെ അപ്പർ കുട്ടനാട്. ആറന്മുളയിലും ചെങ്ങന്നൂരിലും ജലനിരപ്പ് ഉയർന്നു തന്നെ. കോട്ടയത്തെ പടിഞ്ഞാറൻ പ്രദേശങ്ങളും വെള്ളത്തിനടിയിൽ. മലപ്പുറം പാണക്കാട് റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണ് നീക്കി. സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഹെലികോപ്റ്റർ യാത്രാ വിവാദത്തിൽ മലക്കം മറിഞ്ഞ മുഖ്യമന്ത്രി. നിക്ഷേപകരെ കാണാനാണ് അടിയന്തര യാത്ര വേണ്ടിവന്നത് എന്ന മറുപടിയിൽ തിരുത്ത്. കൊച്ചിയിൽ പോയതുകൊണ്ടാണ് നിക്ഷേപകരെ കണ്ടതെന്ന പുതിയ വിശദീകരണം. അല്ല, രഹസ്യമായി ചിലരെ കാണേണ്ടി വരും, അല്ലാതെയും കാണേണ്ടി വരും. ചിലപ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കാണും. ഞാൻ അന്ന് വൈകുന്നേരം എറണാകുളത്തുള്ളതുകൊണ്ട് എറണാകുളത്ത് കാണാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ അവസ്ഥ. നിങ്ങൾക്ക് നമ്മുടെ സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളുള്ളപ്പോൾ ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ വിവാദമാക്കാൻ താല്പര്യം. പുനർജനി പദ്ധതിയിൽ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയത് പിണറായി സർക്കാരെന്നും സതീശനെതിരെ പറവൂരിൽ സമരം ആരംഭിച്ച CPI. മുല്ലപ്പെരിയാർ ജലനിരപ്പ് ഉയർത്തുമെന്ന് തമിഴ്നാട് സർക്കാർ. വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റിൽ ജനകീയ പ്രഖ്യാപനങ്ങൾ. സ്ത്രീകൾക്ക് വൻ ആനുകൂല്യങ്ങൾ. നവവധുവിന് 1 പവൻ സ്വർണവും സിൽക്ക് സാരിയും. രക്ഷാപ്രവർത്തനത്തിനിടെ മുങ്ങിമരിച്ച രാജേഷിന് വിട നൽകാൻ ജന്മനാട്. സംസ്ഥാന ബഹുമതിയോടെ സംസ്കാരം. രാജേഷ് കേരളത്തിന്റെ അഭിമാനമെന്ന് മുഖ്യമന്ത്രി. ശബരിമല ക്രമക്കേടിൽ 10 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്ന് ഹൈക്കോടതി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിവരങ്ങൾ നൽകണമെന്നും നിർദ്ദേശം. അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. അധിക്ഷേപ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച CP ജോൺ. സ്ത്രീകളെക്കുറിച്ചുള്ള പരാമർശം പാടില്ലായിരുന്നു. സംസാരിച്ചപ്പോൾ കൂടുതൽ ശ്രദ്ധിക്കണമായിരുന്നു. സൗജന്യ യാത്ര ഔദാര്യമല്ല, അവകാശമെന്നും ഗതാഗത മന്ത്രി. മന്ത്രിയുടെ വിശദീകരണത്തോടെ വിവാദം അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി. മോസ്കുകളിലെ കോളാമ്പി സ്പീക്കറുകൾ നീക്കം ചെയ്ത് ബംഗാൾ. നടപടി ഉത്തർപ്രദേശിന് പിന്നാലെ. ബാങ്ക് വിളിക്കാൻ ഉപയോഗിച്ചിരുന്ന സ്പീക്കറുകൾ നീക്കിയത് മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നിർദ്ദേശപ്രകാരം. ഉത്തരവിന് ആധാരം ആരാധനാലയങ്ങളിൽ മൈക്ക് ഉപയോഗിച്ച് അമിത ശബ്ദം ഉണ്ടാക്കരുത് എന്ന സുപ്രീം കോടതി വിധി. പാർലമെന്റിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ കടുത്ത നീക്കവുമായി പ്രതിപക്ഷം. CJP പ്രവർത്തകർക്കെതിരായി പോലീസ് നടപടിയിൽ വിശദീകരണം നൽകണമെന്ന ആവശ്യം. അയോധ്യ വിഷയവും ചർച്ചയാക്കും. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധം.